എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂണിൽ നടത്തിയ നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്തത്. അത് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്ന ഹയർ എഡ്യൂക്കേഷനിലെ റീഡിംഗ് കോംപ്രഹെൻഷനിലെയും ക്വസ്റ്റ്യൻസ് ആണ്. First question, under the University Act of 1904, universities were given the authority to recognize. അതായത് യൂണിവേഴ്സിറ്റി ആക്ട് 1904 ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റികൾക്ക് എന്ത് അതോറിറ്റിയാണ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള അധികാരം കൊടുത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്കൂൾ ബോർഡ്സ്, ലിറ്റററി മിഷൻസ്, എലമെൻ്ററി സ്കൂൾസ്, സെക്കൻഡറി സ്കൂൾസ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. സെക്കൻഡറി സ്കൂൾസ് ആണ്. അതായത് 1904 യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം യൂണിവേഴ്സിറ്റികൾക്കാണ് സെക്കൻഡറി സ്കൂൾസിൻ്റെ അധികാരം. യൂണിവേഴ്സിറ്റി ആക്ട് 1904 പ്രകാരം സെക്കൻഡറി സ്കൂൾസിന് അഫിലിയേഷൻ കൊടുക്കാൻ റെക്കഗ്നൈസ് ചെയ്യാനുമായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്ക് അധികാരം കൊടുത്തു. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയായിരുന്നു. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്ന് പറയുന്നത്. Next question, what was National Knowledge Commission recommendation for minimum gross enrollment ratio to be achieved in higher education by 2050? അതായത് നാഷണൽ നോളജ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം 2015 കൂടി അച്ചീവ് ചെയ്യേണ്ട മിനിമം ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5%, 10%, 50%, 20%. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്, 50% ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്? അതായത് ICSRൻ്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻകറേജ് ഡീലിങ്കിങ് ഓഫ് സോഷ്യൽ സയൻസ് ഫ്രം നാച്ചുറൽ സയൻസ്, പ്രൊവൈഡ് സ്കോളർഷിപ്പ് ഫോർ റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ്, ഗീവ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു ഇൻസ്റ്റിറ്റ്യൂഷണൽ ജേർണൽ ഓഫ് റിസർച്ച്, പ്രൊമോട്ട് സോഷ്യൽ സയൻസ് റിസർച്ച്, ബ്ലാക്ക് ലിസ്റ്റ് നോൺ പെർഫോമിംഗ് സോഷ്യൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം ടൈം ടു ടൈം. അതായത് സോഷ്യൽ സയൻസിനെ നാച്ചുറൽ സയൻസിനെ ഡീലിങ്ക് ചെയ്യുക, സോഷ്യൽ സയൻസിലുള്ള റിസർച്ചുകൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുക, ഇൻസ്റ്റിറ്റ്യൂഷണൽ ജേർണൽസ് ഓഫ് റിസർച്ചിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക, സോഷ്യൽ സയൻസ് റിസർച്ച് പ്രൊമോട്ട് ചെയ്യുക, നോൺ പെർഫോമിംഗ് ആയിട്ടുള്ള സോഷ്യൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂഷനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക എന്നിവയൊക്കെയായിരുന്നു. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് സോഷ്യൽ സയൻസിലുള്ള റിസർച്ചുകൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുക, അത് ICSR റിസർച്ച് ഫെലോഷിപ്പുകളുണ്ട്, അത് നൽകുക. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ജേർണൽസ് ഓഫ് റിസർച്ചിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് റിസർച്ചുകൾ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് ICSRൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ICSR ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ വരുന്ന ഒരു അപ്പെക്സ് ബോഡിയാണ്. സോഷ്യൽ സയൻസ് റിസർച്ചുകളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. 1969 ഇത് നിലവിൽ വന്നത്. വേരിയസ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസും ചലഞ്ചസും ഒക്കെ കണ്ടുപിടിക്കുക, അതിനുശേഷം പോളിസി മേക്കേഴ്സിന് അതിന് വേണ്ട ഉപദേശങ്ങൾ, അതായത് റിസർച്ച് രൂപത്തിൽ അത് കണ്ടക്ട് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ റിസർച്ച് ചെയ്യുന്നതിനുള്ള ഫെലോഷിപ്പുകൾ കൊടുക്കുക എന്നിവയെല്ലാം ഇതിൻ്റെ ഫങ്ഷനായിട്ട് വരുന്നതാണ്. ഏർലി റിസർച്ചേഴ്സിന് വേണ്ടി അവർ ട്രെയിനിങ്ങും കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. പബ്ലിക്കേഷൻ ഗ്രാൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നേരത്തെ ICSRൻ്റെ വർഷമൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ അവർ കുറച്ചും കൂടി ഇൻഡെപ്തിലോട്ട് വന്നു തുടങ്ങി. അതായത് ICSRൻ്റെ ഫങ്ഷൻസ് എന്താണ് എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അതായത് നമ്മുടെ നെറ്റ് എക്സാം കുറച്ചും കൂടെ ടഫ് ആവുകയാണ്, കുറച്ചും കൂടെ ഡീപ്പായിട്ട് അവർ ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങി. അപ്പം നമ്മളും അതനുസരിച്ച് ഡീപ്പായിട്ട് വേണം ഇനി തൊട്ട് എക്സാമിന് പഠിക്കാനായിട്ട്. Next question, the period between 1200 and 1764 AD was remarkable in India for the highest distinction attained by. അതായത് 1200, 1764 AD കാലഘട്ടങ്ങളിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളത് ഏതായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോപ്പുലർ ലിറ്ററേച്ചർ, വെർണാക്കുലർ ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഫ്രഞ്ച് ലിറ്ററേച്ചർ. ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്, വെർണാക്കുലർ ലിറ്ററേച്ചർ ആണ്. ഈ ഒരു ടൈം പീരീഡിലാണ് ഈ റീജിയണൽ ലാംഗ്വേജസിൻ്റെ ഭയങ്കരമായിട്ട് റൈസ് ഉണ്ടായത്. അത് ജനറൽ പോപ്പുലേഷനിലും ആക്സസബിൾ ആകുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു വൈഡായിട്ടുള്ള ഒരു ഗ്രോത്താണ് ആ ഒരു പീരീഡിൽ ഉണ്ടായത്. ഹിന്ദി, ബംഗാളി, തമിഴ് എന്നീ ലാംഗ്വേജുകളിലുള്ള റൈറ്റിങ്സിനൊക്കെ ഭയങ്കരമായിട്ട് പോപ്പുലാരിറ്റി ലഭിച്ചു ഈ ഒരു ടൈമിൽ. ഭക്തി, സൂഫി മൂവ്മെൻറ്റ്സ് ആണ് ഇതിനെ ഭയങ്കരമായിട്ട് ഡ്രിവൺ ചെയ്ത 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ തമിഴ്, ബംഗാളി, ഹിന്ദി എന്നിവയൊക്കെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടോ ലിറ്റററി ട്രഡീഷനായിട്ട് ഈ ഒരു ടൈം പീരീഡിൽ മാറുകയാണ് ചെയ്തത്.
സോ ഹയർ എഡ്യൂക്കേഷനിലെ 5 ക്വസ്റ്റ്യൻസ് നോക്കി. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് കോംപ്രഹെൻഷനിലെ 5 ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്കിവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്. ആ പാസേജിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പാസേജിൽ നിന്നാണ് അതിൻ്റെ ആൻസർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. Read the following passage carefully and answer the questions. Until recently, little was known for certain about how the brain changes as children age and grow. Considerable progress is being made in charting developmental changes in the brain, although much is still unknown. The number and size of the brain nerve endings continue to grow at least until adolescence. The number and size of the brain's nerves ending continues to grow at least until adolescence. Some of the brain increases in size also is due to myelination, a process in which many cells of the brain and nervous system are covered with an insulating layer of fat cells. This increases the speed at which information travels through the nervous system. Myelination in the areas of the brain related to hand-eye coordination is not complete until about 4 years of age. Myelination in brain areas that are important in focusing attention is not complete until the end of the elementary school years. The implication for teaching are that the children will have more difficulty focusing their attention and maintaining it for very long in early childhood, but their attention will improve as they move through the elementary school years. Even in elementary school and later, many educators believe occasional short breaks sustain children's energy and motivate to learn. Another important aspect of the brain development at the cellular level is the dramatic increase in connection between neurons, nerve cells. Synapses are tiny gaps between neurons where connection between neurons are made. Researchers have discovered an interesting aspect of synaptic connection. Nearly twice as many of these connections are made than ever will be used. The connections that are used become strengthened and will survive, while the unused ones will be replaced by other pathways or disappear. സോ ഇതാണ് നമ്മുടെ പാസേജ്. അതായത് നമുക്ക് ഈ ബ്രെയിൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, അതായത് കുട്ടികൾ വളരുന്തോറും അവരുടെ ഏജ് കൂടുന്തോറും ഗ്രോ ചെയ്യുന്തോറും ഈ ബ്രെയിനിൽ എങ്ങനെയാണ് ചേഞ്ചസ് വരുന്നതെന്ന് നമുക്ക് വളരെ കുറച്ചായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയത്തുള്ളൂ. നമ്മുടെ മറ്റ് ബോഡി പാർട്സിൽ ചേഞ്ചസ് വരുന്ന പോലെ തന്നെ ഈ കൺസിഡറബിൾ ആയിട്ടുള്ളൊരു പ്രോഗ്രസ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ലിമിറ്റഡ് നോളജ് മാത്രമേ ഉള്ളൂ. അതായത് ഏകദേശം ഈ ബ്രെയിൻ നെർവ്സ് അതിൻ്റെ ആ ഒരു വളർച്ച നിർത്തുന്നത് ഒരു അഡോളസെൻ്റ് പീരീഡ് ആകുമ്പോഴേക്കുമാണ്. ഇനി മൈലിനേഷൻ എന്നൊരു പ്രോസസ്സ് കാരണവും നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഒരു സൈസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്, ഇൻക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മൈലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ അതുപോലെ തന്നെ നെർവോ സിസ്റ്റം, ബ്രെയിനിലെ സെൽസ് നെർവോ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ഫാറ്റ് ലെയർ ഓഫ് സെൽസ് വെച്ച് നമ്മളിങ്ങനെ കവർ ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ഈ മൈലിനേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ മൈലിനേഷൻ എന്ന് പറയുന്നത്. ഇത് ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിലൂടെ ആ ഇൻഫർമേഷൻസ് ട്രാവൽ ചെയ്യുന്ന സ്പീഡിനെ വെച്ചിട്ടാണ് എന്നാണ് പറയുന്നത്. ഈ ബ്രെയിനിലെ ഹാൻഡ് ഐ കോർഡിനേഷൻ നടക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തെ മൈലിനേഷൻ എന്ന് പറയുന്നത് 4 വയസ്സാകുമ്പോഴും കംപ്ലീറ്റ്, അതായത് ഒരു കുട്ടിക്ക് 4 വയസ്സായി കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു മൈലിനേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ഫോക്കസ് ചെയ്യാൻ, അതായത് നമ്മുടെ അറ്റൻഷൻ്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ ബ്രെയിനിൽ, അതൊരു എലമെൻ്ററി സ്കൂൾ സിസ്റ്റം ആകുമ്പോഴും അവിടുത്തെ മൈലിനേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നില്ല. ഇതിൻ്റെ ഫലമായിട്ടാണ് ഈ കുഞ്ഞു കുട്ടികൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു അറ്റൻഷൻ സ്പാൻ അല്ലെങ്കിൽ ആ ഒരു ഫോക്കസ് ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. ഇനി അത് വളരും തോറും അത് ഇമ്പ്രൂവ് ആവണം. അതൊരു എലമെൻ്ററി സ്കൂൾ ഇയേഴ്സ് ആകുമ്പോഴേക്കും അത് ഇമ്പ്രൂവ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ഇനി എലമെൻ്ററി സ്കൂൾസിനും അതിനുശേഷം ഷോർട്ട് ബ്രേക്കുകൾ, ഒക്കേഷനായിട്ടുള്ള ഷോർട്ട് ബ്രേക്കുകൾ കുട്ടികളുടെ എനർജിയും മോട്ടിവേഷനും ഒക്കെ അതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് വളരെ പ്രഗത്ഭരായിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സൊക്കെ ബിലീവ് ചെയ്യുന്നത്. ഇനി ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് പറയുന്നത് സെല്ലുലാർ ലെവലിലാണ്. അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോൺസ് തമ്മിലുള്ള ഒരു കണക്ഷനാണ്. അവിടെ ഒരു ഡ്രാമാറ്റിക് ഇൻക്രീസ് ഉണ്ടാകുന്നുണ്ട്. അതായത് സിനാപ്സിസ് എന്ന് പറയുന്നത് ഒരു ടൈനി ഗ്യാപ്സ് ആണ്. ന്യൂറോൺസ് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു കണക്ഷൻ്റെ ഇടയിലുള്ള ടൈനി ഗ്യാപ്സിനാണ് നമ്മൾ സിനാപ്സിസ് എന്ന് പറയുന്നത്. ഈ സിനാപ്റ്റിക് കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് റിസർച്ചേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് നിയർലി ടോയ്സ് ആയിട്ടുള്ള ആ ഒരു കണക്ഷൻസ് മെയ്ഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് എവർ വിൽ ബി യൂസ്ഡ് എന്നുള്ളതാണ്.
നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്ട്രെങ്തേൺ ചെയ്യുകയും സർവൈവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അൺയൂസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഡിസപ്പിയർ ആവുകയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ പാസേജ്. ഇനി ഈ പാസേജിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ആൻഡ് സൈസ് ഓഫ് ദ ബ്രെയിൻസ് നെർവ് എൻഡിങ്സ് കണ്ടിന്യൂ ടു ഗ്രോ ടിൽ, അതായത് ബ്രെയിൻ നെർവ്സിൻ്റെ ആ ഒരു നമ്പർ ആൻഡ് സൈസ് എന്തോരം വരെ ഗ്രോ ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷം ഗ്രോ ചെയ്തിട്ട് എപ്പോൾ എൻഡ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എലമെൻ്ററി സ്കൂൾ ഇയേഴ്സ്, ഏർലി ചൈൽഡ്ഹുഡ്, അഡൾട്ട്ഹുഡ്, അഡോളസെൻസ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്, അഡോളസെൻസ് ആണ്. ബ്രെയിൻ നെർവ്സിൻ്റെ ആ നമ്പർ ആൻഡ് സൈസ് അറ്റ്ലീസ്റ്റ് ഗ്രോ ചെയ്യുന്നത് എൻഡ് ചെയ്യുന്ന അഡോളസെൻസിലാണ് എന്നാണ് നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫ് തുടങ്ങുന്നതിൻ്റെ അകത്ത് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ട്സ് അബൌട്ട് മൈലിനേഷൻ ആർ കറക്റ്റ്? മൈലിനേഷൻ ആണ് ആ വാക്ക്. ഇറ്റ് ഇൻക്രീസ് ദ സ്പീഡ് അറ്റ് വിച്ച് ഇൻഫർമേഷൻ ട്രാവൽ ത്രൂ ദ നെർവസ് സിസ്റ്റം. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ദ ബ്രെയിൻ. ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് ദ ബ്രെയിൻ ബൈ ഏജ് 4. നോളജ് അബൌട്ട് ഇറ്റ് ഡൈസ് നോട്ട് ബെനിഫിറ്റ് അസ് ഇൻ എനി വേ. അതായത് മൈലിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെ ഫാക്റ്റുകളാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൈലിനേഷൻ വഴി നമ്മുടെ ആ ഒരു ഇൻഫർമേഷൻസ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ ബ്രെയിൻ്റെ സൈസ് കൂടുന്നതിന് ഇത് റെസ്പോൺസിബിൾ ആണ്. ഇനി എല്ലാ ഏരിയാസിലും ഇത് ഒരു 4 വയസ്സോടു കൂടി ഇത് കംപ്ലീറ്റ് ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിനെപ്പറ്റിയുള്ള നോളജ്, അതായത് മലിനേഷനെ പറ്റിയുള്ള നോളജ് ഒരിക്കലും ഒരു ബെനിഫിറ്റും തരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്. അതായത് എയും ബിയും ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് ഇതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലൂടെ ഇൻഫർമേഷൻ ട്രാവൽ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് മൈലിനേഷനാണ്. ഇത് 4 വയസ്സോടുകൂടി കംപ്ലീറ്റ് ആവുന്നില്ല. ഇതിനെപ്പറ്റിയുള്ള നോളജ് നമുക്ക് ഒത്തിരി ബെനിഫിറ്റുകൾ തരുന്നുമുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഫോളോയിങ് ഫാക്ട്സ് റിഗാർഡിംഗ് സിനാപ്റ്റിക് കണക്ഷൻ ആർ കണക്ട്? താഴെ കൊടുത്തിട്ട് ഈ സിനാപ്റ്റിക് കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണക്ഷൻ ദാറ്റ് ആർ യൂസ്ഡ് ആർ വീക്കൺഡ്. Twice as many connections are made than ever will be used. Unused connections either disappear or are replaced by other pathways. Connections that are used perish. ഇവിടെ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ 2 ആണ്. അതായത് ബിയും സിയും ആണ്. അതായത് twice as many connections are made than ever will be used എന്നുള്ളതാണ്. Unused connections are either disappear or are replaced by other pathways. അതായത് നമ്മൾ അൺയൂസ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ ഡിസപ്പിയർ ആവുകയോ അതല്ലെങ്കിൽ അതിൻ്റെ റീപ്ലേസ് ആവുകയോ ഒക്കെ ചെയ്യുവാണ് ഇവിടെ ചെയ്യുന്നത്. യൂസ് ചെയ്യുന്ന ഒരിക്കലും വീക്കൻഡ് ആവുന്നില്ല, അതുപോലെ തന്നെ അത് പെരിഷു ആവുന്നില്ല. സോ ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്. ബിയും സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് ചിൽഡ്രൻ ഗ്രോ ദേ അറ്റൻഷൻ സ്പാൻ ഫോക്കസ്. അതായത് കുട്ടികൾ വളരുന്നതനുസരിച്ച് അവരുടെ അറ്റൻഷൻ സ്പാനിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിമെയിൻ സ്റ്റാറ്റിക്, ഇംപ്രൂവ്സ്, ഡിക്ലൈൻസ് ഇൻസിഗ്നിഫിക്കൻ്റ്ലി, ഡിക്ലൈൻ സിഗ്നിഫിക്കൻ്റ്ലി. ഏതായിരിക്കും? ഇംപ്രൂവ് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു ചെറിയ കുട്ടികൾ വലുതാകും തോറും അവരുടെ അറ്റൻഷൻ സ്പാൻ കൂടി വരികയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സിനാപ്സസ് ആർ കൺസിഡർഡ് as. അത് സിനാപ്സസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടൈംലി ഗ്യാപ്സ് ബിറ്റ്വീൻ ന്യൂറോൺസ് വെയർ കണക്ഷൻസ് ബിറ്റ്വീൻ ന്യൂറോൺസ് ആർ മെയ്ഡ് ഓർ ആൻ എലമെന്റ് റെസ്പോൺസിബിൾ ഫോർ ബ്ലഡ് സർക്കുലേഷൻ ഇൻ ദ ബ്രെയിൻ. ലാർജ് ഗ്യാപ്സ് ബിറ്റ്വീൻ ന്യൂറോൺസ് വെയർ കണക്ഷൻ ബിറ്റ്വീൻ ന്യൂറോൺസ് ആർ മെയ്ഡ്. വൺ ആൻഡ് ഓൺലി പാർട്ടിക്കിൾ ഓഫ് ദ ബ്രെയിൻ റിലേറ്റഡ് ടു ഹാൻഡ് ഐ കോർഡിനേഷൻ. ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ 1. അതായത് ന്യൂറോൺസ് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ വരുന്നിടത്തുള്ള ഗ്യാപ്സിനാണ്, ടൈനി ഗ്യാപ്സിനാണ് നമ്മൾ സിനാപ്സിസ് എന്ന് പറയുന്നത്. സോ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സും അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്